പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈശോ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. സമയം രാത്രിയുമായി. 1-ാം യാമം കഴിഞ്ഞു, 2-ാം യാമം കഴിഞ്ഞു, 3-ാം യാമം കഴിഞ്ഞു, 4-ാം യാമമായി. അപ്പോൾ ഒരു യാമം എന്ന് പറയുന്നത് എന്താ? 3 അവേഴ്സാണ്. 4-ാം യാമം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. 4-12 മണിക്കൂർ പോലെ അത്രയും സമയം കഴിയുകയാണ് ശരിക്കും. അപ്പോൾ 6 മണിക്ക് പോയ ആൾ വെളുപ്പാങ്കാലത്ത് 6 മണി, അതായത് 3 മണി, വെളുപ്പാങ്കാലത്തുള്ള 3 മണിയില്ലേ, വെളുപ്പിന് 3 മണി, ആ വെളുപ്പിന് 3 മണി തൊട്ട് പ്രഭാതത്തിലെ 3 മണി വരെയാണ്, 6 മണി വരെയാണ് 4-ാം യാമം. അപ്പോൾ വെളുപ്പിന് 3 മണിയായപ്പോൾ വിഷയം മാറി, അന്തരീക്ഷം മാറി. അല്ലാതെ തന്നെ അന്തരീക്ഷം നേരത്തെ മാറിയിരിക്കുകയായിരുന്നു. കാര്യം കാറ്റ് പ്രതികൂലമാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. കാറ്റ് പ്രതികൂലമായത് കാരണം ഇപ്പോൾ അവർക്ക് കിഴക്കോട്ടാ പോകണമെന്നുണ്ടെങ്കിൽ കിഴക്കുന്ന് കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒഴുക്കും കിഴക്കുന്ന് വരും. അപ്പോൾ പിന്നെ ബ്ലോക്കാവും. അതുകൊണ്ട് ഇവർ തോണി തുഴഞ്ഞ് തളർന്നെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എത്ര മണിക്കൂറായി തുഴയാൻ തുടങ്ങിയിട്ട്. വെളുപ്പിന് 3 മണിയായപ്പോൾ കാറ്റ് പ്രതികൂലമായി അത് വീശി അടിച്ച് തിരമാല ഉയർന്ന് വെള്ളം വള്ളത്തിലോട്ട് കയറണ ഒരവസ്ഥയായി. ഇത് നമ്മളെപ്പോഴും ധ്യാനിക്കുന്നതാണ് ഈ വിഷയം. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഇവരെ നിർബന്ധിച്ചല്ലേ കൊടുങ്കാലിലേക്ക് പറഞ്ഞു വിട്ടത്? അതാണ് പ്രശ്നം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഇവരെ എന്തിനാണ് നിർബന്ധിച്ചത്? 14:22 എഴുതിയിട്ടുണ്ട്. കർത്താവ് നിർബന്ധിച്ചാണ് ഇവരെ പറഞ്ഞു വിട്ടതെന്ന്. എങ്ങോട്ട് പറഞ്ഞു വിട്ട്? ഇരുട്ടിലേക്കും കൊടുങ്കാലിലേക്കും. കണ്ണ് കാണാൻ പാടില്ലാത്ത ഇരുട്ടിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവർക്ക്. ഇരുട്ടല്ലേ വെളുപ്പിന് 3 മണിയെന്ന് പറയണത്. അപ്പോൾ ഈ ഇരുട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്തിനാ? അവിടെയാണെങ്കിൽ ഈ തിര ഉയരണം എന്ന് പറയുന്നുണ്ട്. ഈ ഉയരണ തിര, പണ്ട് തുമ്പള്ളി പള്ളി ഇരിക്കുമ്പോൾ ഒരാളെ കടലിൽ പോയി ഒരാളെ കാണാതിരുന്ന്. അപ്പം ഞാൻ 9 കൊല്ലമായിട്ട് രാത്രി കടലിൽ പോയി. അമ്പലപ്പുഴ മുതൽ കൊച്ചി വരെ പോയി. അപ്പോഴെനിക്ക് ഞാൻ ഇരുന്ന വള്ളത്തിൻ്റെ, കടലിൽ ഇരുന്ന വള്ളത്തിൻ്റെ അണിയത്താണ് ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ മുകളിൽ കൂടി വേറൊരു ഇരുണ്ട സാധനം വരുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആഞ്ഞപ്പോൾ എന്താ വേറെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുവള്ളത്തിൻ്റെ തലമരമാണ് വന്ന് എൻ്റെ വള്ളത്തെ ഇടിച്ചത്. പൊട്ടിയില്ല, പക്ഷെ സ്വരം കേട്ട്. അതാ എൻ്റെ തലക്ക് ഇടിക്കേണ്ടതായിരുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കർത്താവ് ഇതല്ലേ കടലേ, കാണാൻ പറ്റത്തില്ല. ഒരു സാധനം വേറെ വള്ളം നമ്മുടെ നേരെ വന്നാൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ തിരകളും കാണുന്നില്ലേ. ഈ അപ്പോസ്തലന്മാർ ഇരുട്ടിലും തിരയിലും പെട്ടുപോയി. എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നിസ്സഹായമായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നിർബന്ധിച്ച് പറഞ്ഞു വിടണത്. എന്തായിരിക്കും അങ്ങനെ ചെയ്യാൻ കാരണം? കാര്യം ആധ്യാത്മിക ജീവിതം, വിശ്വാസത്തിൻ്റെ ജീവിതം ചുമ്മാ ഒരു ഈസി ലൈഫ് ആകത്തില്ല ഒരിക്കലും. ഇവർ ഈ കാലിലേക്കും കോളിലേക്കും ഇരുട്ടിലേക്കും മരണത്തെ മുഖാഭിമുഖം കാണുന്ന അവസ്ഥയിലേക്ക് ദൈവം തന്നെ പറഞ്ഞു വിടുകയാണ്. എന്താ കാര്യം? എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യോഹന്നാൻ 6:6 ഉത്തരം. എന്താണ്? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നുവെന്ന്. അവനവരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. കേട്ടാ, അപ്പം ഞാൻ നിർബന്ധിച്ചത് എന്താണ്? ഒരു പരീക്ഷണമാണ്. നിൻ്റെ രോഗമായാലും ചിലപ്പോൾ ഒരു പരീക്ഷണമായിട്ട് വരും. നിൻ്റെ കടമായാലും ഒരു പരീക്ഷണമായിട്ട് വരും. മറ്റുള്ളവരൊക്കെ നിന്നെ എതിർക്കുകയും നിന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയായാലും ഒരു പരീക്ഷണമായിട്ട് വരും. എല്ലാവരും പ്രാർത്ഥിച്ച് സുഖപ്പെട്ടാലും നീ സുഖപ്പെട്ടുന്നില്ലെങ്കിൽ ഒരു പരീക്ഷണമായിട്ട് വരും. അപ്പോഴൊക്കെ ദൈവവേദന യോഹന്നാൻ 6:6 നീ ഓർക്കണം. എന്താണ്? എന്ത് ചെയ്യണമെന്ന് നിന്നെ നിർബന്ധിച്ച് ഈ പരീക്ഷണത്തിലേക്ക് വിട്ട് ദൈവത്തിന് അറിയാം. അതാണ് വിശ്വാസം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യോഹന്നാൻ 6:6 സ്തുതിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ആരാധന, ആരാധന, ആരാധന. ഇപ്പം മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 14:24-25 കാറ്റും കൂളും വരികയാണ്. പക്ഷേ എന്താണ് ഈശോ ചെയ്യുന്നത്? യോഹന്നാൻ 6:6 അനുസരിച്ചുകൊണ്ട് എന്താണ് ഈശോ ചെയ്തത്? അവൻ ആ 4-ാം യാമത്തിൽ കടലിൻ്റെ മീതെ നടന്നു വന്നു. അതാണ് നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 14:25 രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിൻ്റെ മീതെ നടന്നു വന്നു. അതാണ് യോഹന്നാൻ 6:6. എന്താണ്? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ഇങ്ങനെ നിർബന്ധിച്ച് കൊടുങ്കാലിലേക്ക് വിടുമ്പോഴേ
എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പം നമ്മൾ മർക്കോസ് 4:36, 38 വായിക്കുമ്പോൾ എന്താ പറയണത്? കാറ്റ് ശമിച്ച് കഴിയുമ്പോൾ ഇപ്പം മർക്കോസ് 4:36, 38 ഇതുപോലെ കൊടുങ്കാറ്റുണ്ടല്ലോ. കാറ്റ് ശമിച്ച് കഴിയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ദൈവത്തിലെ നിന്റെ അനുഭവത്തിലൂടെ ഈശോ ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി, നിന്റെ പ്രത്യാശയെ അതിൽ ഉരുക്കിട്ടുറപ്പിക്കാൻ വേണ്ടി കർത്താവ് ചില കാലങ്ങളിലൂടെ കടന്നുവിടുമ്പോൾ അവിടെ നിന്റെ വിശ്വാസം പ്രഖ്യാപിച്ച അപ്പോസ്തലന്മാരെ പോലെ നീ ദൈവത്തിനെ പഠിക്കാനും അനുഭവിക്കുവാനും അനുഭവിച്ച അനുഗ്രഹം പ്രാപിക്കാനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെയും പരിചരണത്തിൻ്റെയും ഭാഗമായിട്ടാണ് പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പരീക്ഷയിൽ പതറാതെ പ്രാർത്ഥനയിലെ പ്രത്യാശയോടെ ഒരു തരിമ്പ് പോലും ഹൃദയത്തിലെ ദൈവത്തെ അവിശ്വസിക്കാതെ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞ വാക്കുകൾ ഇതുപോലെയാണ്. നാഥ, വി ആർ പെരിഷിങ്. പത്രോസ് പറഞ്ഞതാണ്, ഞങ്ങൾ നശിക്കുന്നു. ഞാൻ ആ വാക്ക് ഇപ്പോൾ വർക്ക് കേൾക്കണത് മർക്കോസിൻ്റെ 4:40 മറ്റെയാണ് ഉള്ളത്. ഞങ്ങൾ നശിക്കുന്നു എന്നാണ് പറയണത്. വി ആർ പെരിഷിങ്. ആ വാക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ എന്താ പറയണത്? അതായത് ഞങ്ങൾ നശിക്കുന്നു. ഇപ്പോൾ 4:38 മർക്കോസിൻ്റെ സുവിശേഷം 39 ആ വാക്യങ്ങളിൽ കാണും. ഞങ്ങൾ നശിക്കുന്നു. യേശു അമരത്ത് തലയുമിണച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. വി ആർ പെരിഷിങ്. നീ ഇത് ഗവനിക്കുന്നില്ലേ? ദിസ് ഇസ് അവർ പ്രേയർ. നമ്മളും അങ്ങനെ ചോദിക്കും ദൈവത്തോട്. ചോദിക്കണം. കാര്യം നമുക്കത് ബാധ്യതയാണ്. കാര്യം നമ്മൾ അവനെ വിശ്വസിച്ചാണ് ജീവിക്കണേ. അപ്പോസ്തലന്മാർക്ക് ചോദിക്കാമെങ്കിൽ നമുക്കും ചോദിക്കണം. ഞങ്ങൾ നശിക്കുന്നു. നിനക്കതിൽ ചിന്തയില്ലേ? കാര്യം എന്താണ്? നമ്മൾ വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. നമ്മൾ അവനെ തന്നെ ആശ്രയിച്ചാണ് ജീവിക്കണത്. അത് നമുക്കും ചോദിക്കാം. അപ്പോഴും അവന് ഉറങ്ങുന്നല്ലേ എന്ന് ചിന്തിക്കുക. അവിടെ ഉറക്കമാണേ. 4:38 ഈശോക്ക് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. എന്താ കാര്യം? ഇവിടെ തിരമാലകൾ ഉയർന്ന് വള്ളത്തിൽ അവർക്കറിയാം ഈശോ ആരാണെന്ന്. അപ്പോൾ ഈശോയെ ഞങ്ങൾ നശിക്കുന്നുവെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയണം ഈശോ ആരാണെന്ന്. അവൻ ഉണർന്നാൽ ഇത് ശാന്തമാകുമെന്ന് അറിയണം. അല്ലെങ്കിൽ ഈശോ നമ്മളെല്ലാം കൂടി നശിക്കണം എന്നല്ലല്ലോ അവർ പറഞ്ഞത്. ആണോ? ഈശോ നീ എന്താ ഉറങ്ങണം, നമ്മളെല്ലാം നശിക്കാൻ പോകണമെന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ അവർ പറഞ്ഞിട്ടില്ല. അവർ പറയും, കർത്താവേ നീ രക്ഷപ്പെടും, നമുക്കറിയാം, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറയും. നിനക്കതിൽ ഗൗരവമില്ലെന്ന് ചോദിക്കും. അതാണ് ഫെയ്ത്ത്. ഈശോയിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് അവരവനെ ഉണർത്തുന്നത്. പ്രാർത്ഥിക്കണത് അങ്ങനെയായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, ഏത് കാറ്റ് വന്നാലും കോള് വന്നാലും കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധത്തില് അങ്ങ് ഉണർന്നാൽ കാറ്റ് ശാന്തമാകുമെന്നുള്ള ബോധത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, അതായത് ജീവിതത്തിലെ കാറ്റും കോളും കാലത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതാണ് മനുഷ്യൻ്റെ കൂടെ. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ കൂടെ ഞാനും കൂടെ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞിട്ട് പോയത്. ഐ വിൽ ബി വിത്ത് യു ഓൺ ടു ദി ലാസ്റ്റ്. കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വചനങ്ങളിലെ 28-20 മത്തായിയുടെ സുവിശേഷം എന്തൊരു മനോഹരമാണ്. ഇതാണ് കാര്യം. ഈ കാറ്റും കോളും എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളും ഉണ്ടാകും. ഏത് കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൂടെ ഈ കാറ്റും കോളും സഞ്ചരിക്കുമ്പോഴും കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എത്ര മതസ്ഥാപകന്മാർ, എത്ര പ്രവാചകന്മാർ ഈ ഭൂമി കാറ്റും കോളും കണ്ടതാണ്. എന്നിട്ട് കർത്താവ് മാത്രം പറഞ്ഞ മനുഷ്യരാശിയോട് ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അവൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് സഭ കാറ്റുകളെയും എല്ലാ കോളുകളെയും തരണം ചെയ്തത്. ഇനിയും തരണം ചെയ്യുക തന്നെ ചെയ്യും. മത്തായി 28-20 തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഈ വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ഇടപെടൽ ഉത്ഥിതനായി നമ്മുടെ കൂടെ തിരുവുദ്ധാനം ചെയ്ത് നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവ് ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ്. ഈ കർത്താവിനെ വിളിച്ചുണർത്താൻ അത് മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും ജിംനേഷ്യം പോലെയുള്ള എക്സർസൈസിലല്ല, മാനുഷികമായ കഴിവുകളെ ഉണർത്തുന്നതല്ല. അത് ലോകത്തിൻ്റെ ജ്ഞാനം അങ്ങനെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തെയാണ് ഉണർത്തുന്നത്. അതുകൊണ്ടാണ് ഈ മാനുഷികമായ കഴിവുകളെ ഉണർത്തുന്ന ഒരു സാങ്കേതിക വിദ്യകളെയും സഭ ആധ്യാത്മികമായിട്ട് അംഗീകരിക്കാത്തതിൻ്റെ കാരണം. അത് മാനുഷികമാണ്, ആധ്യാത്മികമല്ല. മറിച്ച് സഭ ചിന്തിക്കുന്നത് ഉചിതനായി നമ്മുടെ കൂടെയുള്ള യേശുവിനെയാണ് സഭ ഉയർത്തേണ്ടത്. അല്ല ഒരു ഫിസിക്കൽ എക്സസൈസിലൂടെ എന്തെങ്കിലും മാനുഷ്യമായ കഴിവുകൾ ഉണർത്തിയിട്ട് സഭയ്ക്കൊന്നും നേടാനില്ല. കാര്യം സഭ ഇവിടെ സാക്ഷ്യം വഹിക്കേണ്ടത് ഉദ്ധിതനായി നമ്മുടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. സങ്കട സമയത്തും സകല സമയത്തും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഒരടയാളവും തരാതെ ചില സമയത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ വി വിൽ നോട്ട് ഹാവ് എനി സൈൻസ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് 4:38 കണ്ടത്. കർത്താവ് ഉറങ്ങുകയാണ്. ഭയങ്കര കാറ്റ് സംഭവിക്കുന്നു, കോള് സംഭവിക്കുന്നു, പക്ഷെ അവൻ ഉറങ്ങുകയാണ്. പക്ഷെ ഉറങ്ങുന്ന കർത്താവ് നമ്മോട് പറയുന്നൊരു വചനമുണ്ട്. കർത്താവ് ഉറങ്ങിയാലും വചനം പറയും, കർത്താവ് ഉണർന്നാലും വചനം പറയും. കർത്താവ് ഉണർന്നാൽ എന്താ പറയണത്? പിക്കാം, ശാന്തമാവട്ടെ എന്ന് പറയും. കർത്താവ് ഉറങ്ങിയാൽ എന്ത് വചനമാണ് പറയണത്? ഉറങ്ങിക്കിടക്കുന്ന കർത്താവ് എന്ത് വചനമാണ് പറയണത്? ഏത് കാറ്റ് വന്നാലും കോള് വന്നാലും എന്ത് ചെയ്യണമെന്ന് അവന് അറിയാമായിരുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പം കർത്താവ് ഉറങ്ങണ പോലെ നമ്മുടെ കുടുംബത്തിൽ തോന്നിയാലും എൻ്റെ മക്കളെ പതരരുത്. എന്താ കാര്യം? നീ വിശ്വാസിയാണെങ്കിൽ
നീ കർത്താവിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിച്ച് ഇവിടം വരെ എത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ കർത്താവ് അന്ത്യനിമിഷമെങ്കിലും ഉണർന്നിരിക്കും. കർത്താവ് എപ്പോഴും തിരഞ്ഞെടുക്കുന്ന കോളം അന്ത്യനിമിഷങ്ങളാണ്. ഓർത്തേക്കണം എപ്പോഴും. ഈ രാത്രിക്ക് 4 യാമങ്ങളില്ലേ? 1-ാം യാമത്തിൽ വരാമായിരുന്നല്ലോ, വന്നില്ല. 2-ാം യാമത്തിൽ വരാമായിരുന്നല്ലോ, വന്നില്ല. 3-ാം യാമത്തിൽ വരാമായിരുന്നല്ലോ, വന്നില്ല. എന്തിനാണ് 4-ാം യാമം തിരഞ്ഞെടുത്തത്? അന്ത്യയാമങ്ങളാണ് കർത്താവിൻ്റെ സമയത്തിൻ്റെ ഒരു ക്രമീകരണം. 4-ാം ദിവസം ലാസർ മരിച്ചു, ചീഞ്ഞ് 4-ാം ദിവസം വരെ കാത്തിരുന്നു. 4-ാമത്തെ ദിവസമാണ് വരുന്നത്. അതുകൊണ്ട് നിനക്ക് ഏത് അറ്റം വരെയും കർത്താവിനെ പ്രതീക്ഷിക്കാം. നീ നശിക്കുന്നുവെന്ന് വാവിട്ട് കരയണ ആ സമയം വരെ നിൻ്റെ വിശ്വാസത്തിൻ്റെ യാത്ര എന്തുമാത്രമുണ്ട്, നിൻ്റെ പ്രത്യാശയുടെ യാത്ര എന്തുമാത്രമുണ്ട്, നിൻ്റെ സ്നേഹത്തിൻ്റെ യാത്ര എന്തുമാത്രമുണ്ട് എന്ന് കർത്താവ് അത് നിന്നെ ഉദ്ദീപിച്ച് അത് നിന്നെ വളർന്ന് നീ വിശ്വാസത്താൽ സ്നേഹത്താൽ നിറയണത് വരെ കർത്താവ് കാത്തിരിക്കുന്നത് മാത്രമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾ നമുക്കറിയാം. കൃപാസനത്തിൽ നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റാത്ത ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ആരാധനയ്ക്ക് പ്രത്യേക അനുഗ്രഹമുണ്ട്. എന്താ കാര്യം? ഈശോയ്ക്കറിയാം നിങ്ങൾക്കിവിടെ ഇപ്പോഴെത്താൻ പറ്റാത്ത സമയമാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നുവോ അവിടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കാണ് ആദ്യം നമ്മൾ കർത്താവിന് സമർപ്പിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. 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 മഹത്വപ്പെടുത്തുന്ന കർത്താവേ യേശുവേ നന്ദി. ഹല്ലേലൂയ. നന്ദി യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശരീരമാസകലം നീര് കെട്ടിയ രോഗികളാൽ, പിന്നെ ചിലർക്കൊക്കെ പെട്ടെന്നിങ്ങനെ മുഖത്തും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുരുക്കളൊക്കെ വരത്തില്ലേ, അത്തരം രോഗങ്ങളെയാണ് ആദ്യം പ്രാർത്ഥിക്കാൻ പോകുന്നത്. അച്ഛനോട് നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കണം. ഈശോ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്ന ഓരോ സൗഖ്യത്തിൻ്റെ മേഖലകളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശരീരത്തിൽ നീര് കെട്ടിയവരെ അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരത്താൽ നീര് കെട്ടിയവരെ സ്പർശിക്കണമേ. നീരിന്റെ മൂലകാരണങ്ങളാൽ അങ്ങ് സ്പർശിക്കണമേ. തലനീരിറക്കമായാലും കരൾ രോഗമായാലും മറ്റു തരത്തിലുള്ള ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങളായാലും പ്രത്യേക കുരുക്കള് ശരീരത്തിലുണ്ടായിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഓ ദൈവമേ, ഓ ദൈവമേ, വിശുദ്ധ രക്തത്താൽ വീണ്ടെടുപ്പിന്റെ രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മളെ സുഖപ്പെടുത്താൻ പോകുന്നത്
നടുവേദന, അതുപോലെ അസ്ഥികളിലെ അസ്ഥികൾ ദ്രവിച്ചിരിക്കുന്നവർ, അസ്ഥിയുടെ ഓപ്പറേഷനിലേക്ക് പോകുന്നവർ, അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്നവർ, ഇപ്പോഴൊക്കെ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഓപ്പറേഷൻ ടൈമിൽ ആ ഓപ്പറേഷൻ വിധേയമാകുന്ന രോഗികളെ എല്ലാം ഈ ആരാധനയിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഓപ്പറേഷനിൽ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഓരോ രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ ഈശോ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ യേശുവിന്റെ നാമത്തിൽ. എല്ലാ ഡോക്ടർമാരും ഓപ്പറേഷൻ വിധേയമാകുന്ന രോഗികളും യേശു നാമത്തിൽ അഭിഷേകം പ്രാപിക്കട്ടെ, സൗഖ്യപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അസ്ഥി ചിന്നിയവര്, അസ്ഥി പൊട്ടിയവര്, ഇപ്പം നിങ്ങളായിരിക്കണം നിർബന്ധമില്ല. നിങ്ങളുടെ ബന്ധുക്കളോ ജീവിത പങ്കാളികളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ ആരെങ്കിലും അസ്ഥി രോഗികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അത്ഭുതകരമായ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ അവരെ സുഖപ്പെടുത്തുമെന്നും ഞാൻ അവർക്ക് സാക്ഷ്യമായി കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അസ്ഥി സംബന്ധമായ രോഗങ്ങള്, അസ്ഥി തിന്നിയവര്, അസ്ഥി പൊട്ടിയവര്, അസ്ഥി ബലക്ഷം ഉണ്ടായിരിക്കുന്നവര്, അസ്ഥി ഉരുക്കമുള്ളവര്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മക്കളില്ലാത്തവരെ അവർ അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല, പുരുഷന്മാരും അത് തന്നെ ചെയ്യേണ്ടതാണ്. മക്കളില്ലാത്തവർ, ജനിതകമായ ആന്തരിക അവയവങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ അടിവയറ്റിൽ സൈഡിലൊക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മക്കളില്ലാത്തതിന്റെ പേരിലെ അമിതമായ വേദന അനുഭവിക്കുന്നവരെ, നിക്കക്കളില്ലാതെ വേദന അനുഭവിക്കുന്നവരെ കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ അവർക്ക് കുഞ്ഞുങ്ങളെ കല്ലിൽ നിന്ന് പ്രാഹത്തിന്റെ സന്തതികളെ തിരിപ്പിക്കാൻ കഴിവുള്ള ദൈവമേ, എത്ര തരത്തിലുള്ള തകർച്ചയാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും അസാധ്യമായ കാര്യമാണെങ്കിലും യേശുവിന്റെ നാമത്തിലെ കുഞ്ഞുങ്ങൾ ലഭിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിയ മക്കളെ, ഇപ്പോഴും അച്ഛൻ പ്രാർത്ഥിക്കുന്നത് വിവാഹം ഒത്തുവരാത്തവര്, ജീവിത പങ്കാളി കിട്ടാത്തവര്, വിവാഹം ഇങ്ങനെ പിരിയാൻ പോകുന്ന ആൾക്കാരില്ലേ, ആരുടെങ്കിലും ഒരാളുടെ പ്രത്യേക സമ്മർദ്ദം കൊണ്ട് വിവാഹം പിരിയുന്നവരും, വിവാഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുമിച്ച് താമസിക്കണമെങ്കിലും അതിൻ്റെ ഒരു സന്ധിപ്പും അനുഭവിക്കാതെ ജീവിതം നരകതുല്യമായി ജീവിക്കുന്നവരില്ലേ, നിരാശ, സങ്കടം, പലതും അവരുടെ മാനസികമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായിട്ട് സ്വയം ഉണ്ടാക്കിയെടുത്തുള്ള ഭാരങ്ങളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അപ്പോൾ അതെല്ലാ മേഖലകളിലേക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭിക്കാൻ വേണ്ടിയും സമാധാനപൂർണ്ണമായ ജീവിതം ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങളെ നമുക്ക് പുണ്യപൂർണ്ണമായി വളർത്താൻ പറ്റത്തുള്ളൂ. കുടുംബസമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ നമുക്ക് ബാധ്യതയായി മാറും. അങ്ങനെയുള്ള കുടുംബത്തിൽ, ഏത് കുടുംബത്തിൽ നീ ചെല്ലുമ്പോഴും ആ കുടുംബത്തിന് സമാധാനം ആശംസിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ ആശംസിച്ച് സമാധാനയുടെ കുടികൊള്ളുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിനോട് സഹകരിക്കാനുള്ള സന്മനസ് അവർക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങനെ വിശുദ്ധമായ വലതുകരത്താൽ ഞങ്ങൾ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, പലതരത്തിലുള്ള സമാധാനം അനുഭവിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. വിവാഹ ജീവിതത്തിലെ തകർച്ചയുള്ളവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഈശോയെ അകന്ന് താമസിക്കുന്നവരെ, ഒറ്റയായി താമസിക്കുന്നവരെ, പിരിഞ്ഞ് താമസിക്കുന്നവരെ, കേസിലകപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിലെ ഐക്യത്തിന്റെ കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. മക്കളെ, ക്വാറന്റൈനിൽ താമസിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിലും വിദേശ രാജ്യങ്ങളും ക്വാറന്റൈനിൽ താമസിക്കുന്നവരെല്ലാം അതെല്ലാം നെഗറ്റീവ് ആകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, കർത്താവേ, കർത്താവേ, അങ്ങനെ വിശുദ്ധമായ രക്തത്താൽ ക്വാറന്റൈനിൽ താമസിക്കുന്നവരെ, കൊറോണ വന്നിരിക്കുന്നവരെ അവരെ സൗഖ്യപ്പെടാൻ വേണ്ടിയും, അത് മറ്റത് കർത്താവേ, ക്വാറന്റൈനിൽ താമസിക്കുന്നവരുടെ രോഗങ്ങളെ നെഗറ്റീവ് ആകാൻ വേണ്ടി യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാം ഈശോ, എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാം ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലി നഷ്ടപ്പെട്ടവരെ, വരുമാന മാർഗത്തെക്കുറിച്ച് ഒരു എത്തും പിടിയും ഇല്ലാത്തവരെ, എല്ലാവരും ഇങ്ങനെ ഓരോ ഗവൺമെൻറ്റിൻ്റെ അഷുറൻസ് ഒക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടാകും. കുറേ ആൾക്കാരൊക്കെ എല്ലാം സഹായം കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒത്തിരി പേര് നിരാശരും സങ്കടമുള്ളവരും ജീവിക്കാൻ മാർഗമില്ലാത്തവരുമാണ്. ദൈവം മാത്രമേ അവർക്ക് ഉള്ളതെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിപ്പോകും. നമ്മുടെ അനുഭവത്തിൽ, മുൻകാല അനുഭവങ്ങളിൽ നല്ലതെല്ലാം ഉള്ള അവസ്ഥകളാണ്. അപ്പം അങ്ങനെയുള്ളവർ ദൈവം ഈ വിഷയം അവരെ കണ്ണിൽ തുടച്ച് മാറ്റാൻ വേണ്ടി മക്കൾ സ്തുതിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ലോക്ക്ഡൗൺ കഴിയുമ്പോഴേ എങ്ങനെ ജീവിക്കുമെന്ന് ഒരു പിടിയുമില്ലാത്തവരുടെ മേൽ കർത്താവിന്റെ വഴി തെളിയട്ടെ. യേശുവിന്റെ നാമത്തില് അവർക്ക് ജോലി ലഭിക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കുകയും ദൈവത്തിന്റെ കണ്ണ് ചൊരിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ജീവിതമാർഗം തകർന്നു പോയവരെ, ഇതോടുകൂടി ചില സമയത്ത് കസ്റ്റമേഴ്സ് എല്ലാം ഒഴിഞ്ഞു പോകും.
ചിലപ്പോൾ ചിലരുടെ പണവും മറ്റവരുടെ കയ്യിൽ അകപ്പെട്ട് പോയിട്ട് ഇതിനെ തിരിച്ച് കിട്ടാണ്ട് വരും. ഈ ലോക്ക്ഡൗണിൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കണ ആൾക്കാരുണ്ട്. കൊടുക്കാൻ പറ്റുമെങ്കിലും കൊടുക്കത്തില്ല ഈ പേരും പറഞ്ഞുകൊണ്ട്. അപ്പോഴും നമുക്ക് വേറെ മാർഗ്ഗവും ഇല്ലാതെ വരും. ഇങ്ങനെ ആകപ്പാടെ വിഷമിക്കുന്ന ആൾക്കാരുടെ മേൽ മാതാവേ ഈ നിമിഷം അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ ദൈവത്തിൻ്റെ കരുണയിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ അടയാളങ്ങൾ കാണട്ടെ. അവർക്ക് ജീവിക്കാനുള്ള അടയാളം തെളിഞ്ഞു വരട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ ഹല്ലേലൂയ. 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 ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആശീർവാദത്തിന് മുമ്പ് എൻ്റെ മക്കൾ അനുഭവിക്കുന്ന പ്രത്യേക വിഷയമുണ്ടെങ്കിൽ, ഇപ്പം അച്ഛനെ ആരാധനയെ സൂചിപ്പിക്കാത്ത വിഷയമുണ്ടെങ്കിൽ ഇപ്പോഴേ മുട്ട നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അവിടെ മുട്ടയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത സങ്കടങ്ങളെ, രോഗങ്ങളെ, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്. പരീക്ഷ എഴുതിയ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ അവരുടെ പേര് ഇപ്പം തന്നെ ആരാധനയിലേക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് പ്രോഗ്രാം ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ അവരുടെ പേര് ഈ നിമിഷം പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. അമ്മ ആരാധനയ്ക്ക് സമർപ്പിച്ചുകൊള്ളാം. നിങ്ങളുടെ ജീവിത സങ്കടങ്ങളെ ഇതുവരെയൊക്കെ സമർപ്പിക്കാത്തവരെ ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഈ ആരാധന അവസാന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നിമിഷങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളുടെ പേര് +2 SLC, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ, പ്രൊഫഷണൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരെ, അവിടെ ആയിരിക്കുന്നവരെ, അവർ അഭിമുഖീകരിക്കുന്ന ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ ഒക്കെ അവരെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങളുടെ പേരുകൾ ഇപ്പോഴേ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. അമ്മയുടെ ആരാധനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊള്ളുക. ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുക. ഏറ്റവും നല്ല സമയമാണ്. ഞാൻ നിങ്ങൾക്ക് സമയം മനഃപൂർവ്വം തരികയാണ്. കർത്താവിൻ്റെ കൂടുതൽ മഹത്വത്തിൻ്റെ സാക്ഷികൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം നിങ്ങൾക്ക് തരണത്. നിങ്ങൾ കുടുംബത്തിൻ്റെ സങ്കടങ്ങൾ, ഇപ്പോൾ ചിലർ കേസാക്കപ്പെട്ട് കാണും, ചിലർക്ക് ജോലിയില്ലാത്ത വഴിയില്ലാത്ത അവസ്ഥയുണ്ടാകും, ചിലർക്ക് വീടില്ലാത്തവരുണ്ടാകും, വരുമാന മാർഗമില്ലാത്തവരുണ്ടാകും. അവരെല്ലാം ഈ നിമിഷം ഈശോയ്ക്ക് വിഷയങ്ങൾ സമർപ്പിക്കുക, പേര് സഹിതം സമർപ്പിക്കുക. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നു മുതൽ നമുക്ക് ഹൃദയത്തിൻ്റെ വണക്കം ആരംഭിക്കുക. 5:30 മണിക്കാണ് വണക്കം തുടങ്ങുന്നത്. വണക്കം തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. തിരുഹൃദയത്തിന് വണക്കം വെറും 30 മിനിറ്റേ ഉള്ളൂ. ഇപ്പോൾ ഒത്തിരി സമയം എടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കൂടാണ്ടിരിക്കരുത്. 5:30 മണിക്ക് നിങ്ങൾക്ക് ഈ ചാനലിൽ തിരുഹൃദയ വണക്കം കൂടാൻ പറ്റും. പ്രത്യേകിച്ച് 1935 പുസ്തകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചങ്ങനാശ്ശേരി എപ്പാർക്കിയിലുള്ള രൂപതാധ്യക്ഷൻ, നമ്മുടെ ബഹുമാനപ്പെട്ട അഭിവന്യ ജെയിംസ് കാളാശ്ശേരി പിതാവിൻ്റെ കാലത്ത് പിതാവിൻ്റെ സൈകിക ആശീർവാദത്തോടെ ഇറക്കിയ ഹൃദയ വണക്കമാണ്, പ്രാചീന പുസ്തകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.